Hey, what's up guys? It's me Jomi here. Welcome back to our channel. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ശ്രീധരൻ ആശാൻ്റെ കൂടെയാണ് പാർട്ട് 4 ആണ്, 4ാമത്തെ വീഡിയോ ആണിത്. നമ്മൾ ഇതിനു മുമ്പ് 2-3 വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 3 വീഡിയോസിൽ വന്നിട്ട് നമ്മൾ ഏകദേശം പറവപ്രാവിൻ്റെ ട്രെയിനിങ് രീതികൾ, അതേപോലെ തന്നെ ആശാൻ്റെ ഒരു 65 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വന്നിട്ട് ആശാൻ്റെ ലൈനേജുകൾ, ആശാൻ്റെ അടുത്ത് കിടക്കുന്ന പ്രാവുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ലൈനേജുകൾ, അതിൻ്റെ പാരൻസുകൾ, കുഞ്ഞുങ്ങളെ, അങ്ങനെയുള്ള ഏകദേശം കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വന്നിട്ട് അതേപോലെ തന്നെ പ്രാവുകളെക്കുറിച്ച് തന്നെ, പറവപ്രാവ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ട്രെയിനിങ്ങിൽ ലൈറ്റിൻ്റെ കാര്യങ്ങൾ, പിന്നെ വന്നിട്ട് ഡ്രസ്സിൻ്റെ, നമ്മൾ പറത്തുന്ന സമയത്തുള്ള ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ വന്നിട്ട് അസുഖങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആശാൻ. മാന്യ പ്രേക്ഷകര്, ഞാൻ കരിച്ചൽ പ്രേരണാശാൻ. ഞാൻ അടുത്ത് പ്രാവ് പറത്തുന്ന, കുഞ്ഞുങ്ങളെ പറത്തുന്ന ഒരു രീതി വരെ പറഞ്ഞ് മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ബാക്കി ഞാനിപ്പോൾ പറയുകയാണ്. മാന്യ പ്രേക്ഷകർ ശ്രദ്ധയോടെ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം പെട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നന്ദിയായിട്ട് സംഭവിക്കും. അതുകൊണ്ട് ആ പറത്തുന്ന രീതി ഞാൻ പറയുകയാണ്. നിങ്ങൾ പ്രാവ് കുഞ്ഞുങ്ങൾ പറത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഏത് കളർ ഡ്രസ്സാണോ ഇട്ടേക്കുന്നത്, ആ കളർ ഡ്രസ്സേ അവസാനം വരെ ഉപയോഗിക്കാം. നിങ്ങൾ ഇന്നൊരു കളർ ഡ്രസ്സ് മാറ്റി വരുമ്പോൾ ആ പ്രാവ് ഇറങ്ങാൻ വരുന്ന പ്രാവ് വേറെ ആളെന്ന് പറഞ്ഞിട്ട് മാറി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, പ്രാവുകൾ ഒരുമാതിരി മൂണി പേടിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇട്ട് പരിചയമുള്ള ആ ഡ്രസ്സ് തന്നെ ഉപയോഗിക്കണം. രണ്ടാമത്, പ്രാവ് വെട്ടിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാവുമായിട്ട് പരിചയമില്ലാത്ത ഒരു പുതിയ ആൾ കയറി വരാൻ അനുവദിച്ചാൽ ആ പ്രാവ് കുഞ്ഞ് താന്ന് വരികയാണെങ്കിൽ അടുത്ത മോട്ടിലോ മാറിയോ പിടിക്കും. അതുകൊണ്ട് കഴിയുന്നതും വെട്ടിടുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവം വെട്ടിടുക. വെട്ടിടുന്നതിന് മുമ്പ് ഏതാണ്ട് ഇരുട്ടിൽ കയറ്റി വെട്ടിടണം. വെട്ടിടുമ്പോൾ താഴെ തറ ലൈറ്റ് മാത്രം കൊടുത്ത് വെട്ടിടാവൂ. പ്രാവ് പറവയിൽ കാണിക്കാൻ വേണ്ടി മാത്രമേ മുകളിലോട്ടുള്ള ലൈറ്റുകൾ ഉപയോഗിക്കാവൂ. ഇത് ഞാനിവിടെ ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ഇതിൽ പറത്തി കാണിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുള്ള ട്രെയിനിങ്ങാണ്. നിങ്ങൾ മൊത്തം ലൈറ്റ് ഇട്ടിട്ട് പ്രാവ് വെട്ടിട്ടാൽ പ്രാവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി കിട്ടണം എന്നില്ല. അങ്ങനെ ഇവിടെ ഒരുപാട് അപാകത, പ്രാവ് രാത്രി 2 മണി 1 മണി വരെ പറന്നിട്ട് പ്രാവ് മാറിപ്പിടിച്ച സംഭവങ്ങളുണ്ട്. കഴിയുന്നതും പ്രാവുമായിട്ട് പരിചയമില്ലാത്തവർ പ്രാവിൻ്റെ പറവ സമയത്ത് അവിടെ ഇരിക്കുന്നത് അത്ര നല്ലതല്ല. അതുപോലെ പ്രാവ് കുഞ്ഞ് വെട്ടിട്ട് പ്രാവ് ഇറക്കി ആ പ്രാവിനെ ഒരു കൂട്ടിൽ പിടിച്ചിട്ട് നേഷമേ പുതിയ ആളുകളെ അങ്ങോട്ട് കയറ്റാം. അതുപോലെ പിന്നെ ഞാൻ പറയുകയാണ്, എത്ര വർഷം നിങ്ങളൊരു പ്രാവിനെ പറത്തിയാൽ, ഈ വർഷം ഒരു 12 മണിക്കൂർ പ്രാവ് പറത്തി കണ്ട് പൂർണ്ണ തൃപ്തിയായി കണ്ടുവച്ചിരിക്കുകയാണ്. പക്ഷേ ഈ 12 മണിക്കൂർ പറക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് 5 മണിക്കൂർ പറന്നിട്ട് നാളെ വിടുമ്പോൾ പറക്കാതിരുന്നിട്ട് മറ്റന്നാൾ വിടുമ്പോൾ പറക്കണില്ല. അതാണ് കണ്ടിന്യൂ പറക്കണം 12 മണിക്കൂർ. ആ ടേണിൽ അടിമപ്പെട്ട് പ്രാവ് പറക്കണം. ആ പ്രാക്കളെ അടുത്ത വർഷം നമ്മൾ ചിറവ് കൊടുക്കുന്നതിന് മുമ്പ് പ്രാവ് നല്ല ഭക്ഷണങ്ങളെല്ലാം കൊടുത്ത് തയ്യാറ് ചെയ്ത്, ഇപ്പോൾ ചിറവ് കൊടുക്കണതിൻ്റെ, ചിറവ് ഊരി കൊടുക്കണം എന്നുള്ള എൻ്റെ കുറഞ്ഞ ഒരു 20-21 ദിവസങ്ങൾക്ക് മുമ്പ് വിരയ്ക്ക് മരുന്ന് കൊടുക്കുക. വിരയ്ക്ക് മരുന്ന് കൊടുത്ത് ഒരു 14 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ വേറൊരു കമ്പനിയിൽ വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കുക. അപ്പോൾ ആദ്യം പ്രാവിൻ്റെ വലിപ്പം അനുസരിച്ച് 5 തുള്ളിയോ 4 തുള്ളിയോ കൊടുക്കുക. 14ാം ദിവസം കൊടുക്കുമ്പോൾ അതിൻ്റെ പകുതി കൊടുക്കുക. ആദ്യം കൊടുക്കുമ്പോൾ വിരകൾ നഷ്ടപ്പെടും. 2ാം ടേൺ കൊടുക്കുമ്പോൾ അതിനകത്തുള്ള മുട്ടകളും നഷ്ടപ്പെടും. പ്രാവ് നല്ല ഡെവലപ്പാകും. അങ്ങനെ 21-22 ദിവസം കഴിഞ്ഞിട്ട് പ്രാവിൻ്റെ ചിറവ് ഊരാം. കഴിയുന്നതും സുഹൃത്തുക്കളെ, ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളുക. ഞാൻ ചെയ്യുന്നതാണ് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു മുനം കല്ലി ഒരു 4 തോല് പിഴുതിട്ട് വാലും വാലും ഒരു 3-4 മുനം കല്ലിയും പിഴും. ഒരു 21 ദിവസം കഴിഞ്ഞിട്ട്. ശരി, മുനങ്കല്ലി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അറ്റത്തെത്തിരി പിഴുതിട്ട് ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ട് ഇടയ്ക്കുള്ള തൂവല് പിഴുതു. അപ്പോഴേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാം കൂടെ ഒത്തുപിഴുതാൽ ചിലപ്പോൾ പ്രാവ് ചിറവടിക്കുമ്പോഴെടുക്കുമ്പോഴേ ഈ കല്ലി പൊട്ടാൻ
സാധ്യതയുണ്ട്. അത് 100-95% അങ്ങനെ വരാൻ സാധ്യത. അപ്പോഴേ മുനം തിരി ഒരു 4 തിരിയും വാലും ഇതാണ്. പിന്നെ വാലും മുനം തിരിയും മൊത്തത്തിൽ കിടക്കുകയാണെങ്കിൽ ഈ പിഴമേൻ്റെ വിരയ്ക്ക് മരുന്ന് കൊടുക്കുന്ന ആ ദിവസത്തിൻ്റെ മുമ്പേ തന്നെ ഇതിനെ പകുതിയിൽ വെച്ച് കട്ട് ചെയ്താലേ ഏറ് കയറും. എന്നിട്ട് ഇങ്ങനെ പിഴുത് വിട്ടിട്ട് 35-40 ദിവസം കൊണ്ട് ചിറവെല്ലാം നല്ല മുറ്റ്. എന്നിട്ട് ഊരി നോക്കണം രക്തക്കള്ളി മാറിയിട്ടുണ്ടോ. പിന്നെ പിഴുത് ഞാൻ ചെയ്യുന്നതാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. പിഴുത് ഒരു 2-3-4 ദിവസത്തേക്ക് നനച്ചാൽ ഈ പിഴുത ഹോളിനകത്ത് വെള്ളം കയറിയാൽ തിരി വരാനിറക്കും, ചിലത് കൊരടിച്ചേ വരും. പിന്നെ പിഴുത വിടുന്നതിനോടനുബന്ധിച്ച് കാൽസ്യമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ 2 ഡ്രിപ്പ് വിരയ്ക്ക് മരുന്ന് കൊടുത്തിരിക്കും. നമ്മൾ കാൽസ്യം, ഞങ്ങളുടെ ഉത്സവം കാൽസ്യം അല്ലെങ്കിൽ കാൽസ്യം പെറ്റൊക്കെയാണ് കൊടുക്കുന്നത്. 2-3 തുള്ളി 2-3 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം കൊടുക്കും. എന്നിട്ട് ഈ ചുവപ്പ് കള്ളി എല്ലാം മാറിയതിന് ശേഷം ഒന്നുകൂടെ വിരയ്ക്ക് മരുന്ന്. അപ്പോൾ കഴിഞ്ഞ വർഷം 12-13 മണിക്കൂർ പറന്ന പ്രാവാണ്. വിരയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് ഫുള്ള് ചിറവായില്ലേ. ഒരിക്കലും സുഹൃത്തുക്കളെ കഴിഞ്ഞ വർഷം 12 മണിക്കൂർ പറത്തിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചയ്ക്കും 2 മണിക്കൂർ ഒന്ന് പിടിച്ച് കുട്ടികളെ പൊടിക്കുഞ്ഞിനെ എങ്ങനെ പറത്തുന്നോ വീണ്ടും ഒന്നേന്ന് പറത്തണം. അല്ലാതെ നിങ്ങൾ 12 മണിക്ക് 1 മണിക്ക് കഴിഞ്ഞ വർഷം 12 മണിക്കൂറാണ് പറന്നതെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് പറത്തിയാൽ ഇരച്ച് എവിടെയെങ്കിലും വീഴും, ആക്കെങ്കിലും കിട്ടും, അല്ലെങ്കിൽ കാക്ക കൊത്തി കൊല്ലും. കാരണം പ്രാവ് ഇരച്ച് തുണിച്ച് കിട്ടാനില്ല, ഇളവി കക്കി എവിടെയെങ്കിലും ചെന്ന് വീഴും. എല്ലാ പ്രാവും വീഴണമെന്നില്ല. ഞങ്ങളെയൊക്കെ പ്രാവ് അങ്ങനെ വീഴില്ല. കാരണം ഫുള്ള് ചിലവായതിനു ശേഷം നല്ല വെയിലൊക്കെ കൊള്ളിച്ച് ഇരപ്പൊക്കെ മാറ്റി തകക്കെ മാറ്റി വിടും. പിന്നും ഒന്നേന്ന് ആ പ്രാവിനെ കൊണ്ടുവരണം. അത് എത്ര വർഷം പറത്തിയാലും ശരിയല്ല, ഒന്നേന്ന് തന്നെ കൊണ്ടുവരണം. നേഴ്സറി ക്ലാസ്സിൽ നിന്ന് തന്നെ UKG-ലോട്ടും 1-ാം ക്ലാസ്സിലോട്ടും കൊണ്ടുവരണം. ഒരു നല്ല പ്രാവ് വളർത്തുകാർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, മനസ്സിലായി? പിന്നെ അതുപോലെ ഈ പ്രാവ് പറവയിലായി വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു ദിവസം പ്രാവ് പറത്താൻ പറ്റിയില്ല, ആ പ്രാവിനെ കൂട്ടിലിട്ട് കളയും. പറത്താൻ പറ്റിയില്ല, ആരെങ്കിലും കൊള്ളിച്ച് വെയിലത്തെടുത്തിടണം, ആ ഫുള്ള് വെയിൽ കൊടുക്കണം. ഈ വെയിൽ കൊള്ളിക്കുമ്പോഴും ഒരു കാര്യമുണ്ട്. രാവിലെ വെയിൽ കൊടുത്തിട്ട് ഞാനങ്ങ് ജോലിക്ക് പോയി, ഉച്ചയ്ക്ക് തിന്നാൻ വന്നപ്പോൾ അവിടെ വെയിലില്ല, അപ്പുറത്ത് ഇത്തിരി വെയിലുണ്ട്, അങ്ങോട്ട് മാറ്റി വയ്ക്കും. അങ്ങനെ വെക്കുന്നതോടുകൂടി ആ പ്രാവിൻ്റെ എല്ലാ ഭാഗങ്ങളും തീർന്നു. വയ്ക്കുന്നിടത്ത് തന്നെ വെച്ചേക്കണം, മഴയായാലും ശരി വെയിലായാലും ശരി. മഴയെന്ന് പറഞ്ഞാൽ പ്രാവിനെടുത്ത് മാറ്റാൻ പാടില്ല. കാരണം എനിക്ക് പറക്കാൻ പോകുമ്പോൾ മഴ പെയ്താൽ പ്രാവിന് വരണ്ടേ. ഞാനിത് പ്രാവ് പറത്തലിൻ്റെ രഹസ്യം തിരുത്തി പറയുകയാണ്. മഴയെന്ന് പറഞ്ഞ് പ്രാവിനെ കൂട്ടിനകത്ത് പിടിച്ചത്, ഇന്ന് പറത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പ്രാവിനെ കൂട്ടിനകത്തിട്ട് കൂട്ടിനെ വെളിയിൽ വെക്കണം. അത് ഒരടി കൂടാണ് നമ്മൾ പറയുന്നത്. കൂട്ടിനകത്ത് കിടന്ന് ചിറവടിക്കാൻ പാടില്ല. പന്തയ പ്രാവിനെ ഇട്ടേക്കേണ്ട ഒരടി. പിന്നെ ചില പ്രാക്കൾ ഇപ്പം നീളം കൂടുതലായതുകൊണ്ട് നമ്മൾ ഉള്ള് 15 ഇഞ്ച് ആക്കുന്നുണ്ട്, സൈഡും പൊക്കവും ഒരടിയാണ്. ഇതിനകത്ത് കിടന്ന് പ്രാവ് ചിറവ്. അതാണ് ചില പ്രാവ് വളർത്തുകാർ പറയുന്നത്, എൻ്റെ പ്രാവ് വിട്ടിട്ട് എന്തൊരു വലയൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ഈ 2 അടി 3 അടി കൂട്ടിൽ കിടക്കുന്നതുകൊണ്ടാണ്. അതിനകത്ത് കിടന്ന് ചിറവടിച്ച് വിശാലമായിട്ട് കിടക്കും. പക്ഷേ പ്രാവ് ചിറവ് ധരിച്ച് കിടക്കണം. കൂട് തുറക്കും മുമ്പ് പ്രാവ് ഇടിച്ച് പറന്നിരിക്കണം. അതുപോലെ ഓരോ വർഷം മാറുമ്പോഴും പ്രാവ് കളർ മാറിക്കൊണ്ടിരിക്കും. നല്ല വംശങ്ങൾ ഇപ്പോൾ സബ്ജ, പിന്നീട് സബ്ജ ഇറക്കമുള്ളയാവും, സബ്ജ പുള്ളിയാവും, സബ്ജയിൽ തലപ്പുള്ളിയാവും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥം ഒരു പ്രാവ് വളർത്തുകാരൻ്റെ ഒരു പ്രാവ് കുഞ്ച് വേറൊരു കൂട്ടിൽ പറക്കുമ്പോൾ പറവ കാണുമ്പോൾ അവൻ പറയും ഇത് എൻ്റെ ഇന്ന ലൈനേജിൻ്റെ കുഞ്ചാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, പ്രാവ് വെട്ടിട്ടുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ആളുകൾ കയറി വരാൻ പാടില്ല. പ്രാവിനെ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഏത് ഡ്രസ്സാണോ ഉപയോഗിക്കുന്നത് ആ ഡ്രസ്സേ ഉപയോഗിക്കാവൂ. പ്രാവിന് എല്ലാ ലൈറ്റും ഇട്ട് ഇണക്കല്ല്. പ്രാവ് ടേൺ വിടുമ്പോൾ മാത്രമേ മുകളിലോട്ട് കൊടുക്കാനുള്ള ലൈറ്റ് കൊടുക്കുക. അപ്പോൾ പ്രാവ് ഒരു ലിമിറ്റ് വരെ താഴുമ്പോൾ മുകളിലോട്ടുള്ള ലൈറ്റ് അണയ്ക്കും. പിന്നീട് പ്രാവ് ഇറങ്ങുന്നത് ഈ തറ ലൈറ്റ് കണ്ടാണ്. എന്നാലേ തട്ടിൽ പ്രാവ് ഇറങ്ങും. നിങ്ങൾ എല്ലാ ലൈറ്റും ഇങ്ങനെ ഇട്ടിരുന്നാൽ പ്രാവ് ലാൻഡ് പോകേണ്ടത് പോയി മാറി ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാവ് വളരെ താഴ്ന്നു വന്നതിന് ശേഷം ലൈറ്റ് അങ്ങനെ കൊടുക്കും. തറ ലൈറ്റല്ല,
മുകളിലോട്ട് കാലേജ്. ഈ കാലേജൻ്റെ താഴെ വരെയാണെങ്കിൽ പിന്നെ അത് നമ്മൾ അണച്ചു കൊടുക്കേണ്ട കാര്യം. ആ ലൈറ്റ് അങ്ങ് കിടന്നോളൂ. പിന്നെ താഴത്തെ ലൈറ്റ് അതിന് കിട്ടും. പിന്നെ കാലേജനൊന്നും മതിയാവും. ഞാനും കൂടെ ഒന്നേ വെച്ചിട്ടുണ്ട്. പക്ഷെ തറയിൽ ഒരുപാട് ലൈറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോഴും വേണം, പന്തയത്തിനും തറ ലൈറ്റ് വെക്കുക. പകല് പോലെ നിൽക്കണം, പ്രാവിന് കൺഫ്യൂഷൻ തോന്നരുത്. അത് ലൈറ്റ് ദൂരെ ദൂരെ തന്നെ വെക്കണം. കഴിയുന്നതും ബാം ലൈറ്റ് തന്നെ ഉപയോഗിക്കണം. വെള്ള ലൈറ്റ്, മുകളിലോട്ട് വയ്ക്കുന്ന ലൈറ്റ് വെള്ള ലൈറ്റ് വയ്ക്കാതിരിക്കുക. താഴെ വയ്ക്കുന്ന ലൈറ്റ് മുകളിലോട്ട് പ്രകാശം ചിന്താതിരിക്കുക. കമത്തി തന്നെ വയ്ക്കണം. ബാം ലൈറ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. വീണ്ടും പ്രാവ് പുതിയ വളർത്തുകാർക്ക്, പഴയ വളർത്തുകാർക്കൊക്കെ ഇത് അറിയാം. അത് അവിടെ പന്തയത്തിന് പോകുമ്പോൾ പന്തയം മാത്രമേ നോക്കിക്കൊണ്ടിരിക്കും. ലൈറ്റൊക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആരും നോക്കാറില്ല. കല്യാണ വീട്ടിൽ പോകുമ്പോൾ പെണ്ണിൻ്റെ സൗന്ദര്യം നോക്കാറില്ല, എങ്ങനെ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. അതുപോലെ ലൈറ്റ് നിങ്ങൾ 4 വശത്ത് 4 കാലേജം വെച്ചിരിക്കുമ്പോൾ പ്രാവ് അത്രയും വെട്ടം ഫോണെടുത്ത് പോകും. ആ പ്രാവ് ഈ അരമണിക്കൂറിനകത്ത് കയറി വന്നില്ല എന്ന്. ഇതിൻ്റെ അന്തരം മനസ്സിലായോ? ഒറ്റ ലൈറ്റ് ആകുമ്പോൾ പ്രാവ് വെട്ടത്ത് വന്ന് പാസ് ചെയ്ത് പോയോണ്ടിരിക്കും. ഇപ്പം 1000-ൻ്റെ കാലേജിനൊക്കെ ആയിരിക്കും വയ്ക്കുന്നത്. ഇപ്പം LED ഉണ്ട് 600-ൻ്റെ 700-ൻ്റെ. ഞാനിവിടെ വെച്ചേക്കുന്നത് 250-ൻ്റെ LED ആണ്. ഭയങ്കര പ്രകാശം. അതും ഒരാൾ സംഭാവന ചെയ്തതാണ്. പിന്നെ അതുകൊണ്ട് പ്രാവ് പറത്തുമ്പോൾ തറ ലൈറ്റ്, തറ പകലെന്നേ തോന്നാവൂ പ്രാവിന്. ലൈറ്റ് ഇട്ടേക്കണമെന്ന് പ്രാവിന് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഇങ്ങനെ വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ തറയിലൊക്കെ TV ഇങ്ങനെ വെച്ചിരിക്കും. പാരപ്പറ്റ് മറച്ചാണ് വെച്ചേക്കുന്നത്. ഇപ്പം ഇത് പാരപ്പറ്റ്. ഇവിടെ ലൈറ്റ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പലവയെല്ലാം വെച്ചിട്ട് ഈ ലൈറ്റിൻ്റെ പെട്ട പ്രാവിന് മുകളിൽ കിട്ടില്ല. ഈ തറയെ കിട്ടും. പക്ഷെ പ്രാവിന് ലൈറ്റ് ഇട്ടേക്കണമെന്ന് തോന്നുന്നില്ല. കണ്ടുകൂടെ പ്രാവിന് ഇത് പകല എന്ന് തോന്നും. അതുപോലെ വെട്ടിടുമ്പഴി നിങ്ങൾ മാത്രമാണ് നിന്നതെങ്കിൽ നിങ്ങൾ മാത്രമേ നിൽക്കാവൂ. വേറൊരാളൂടെ വന്നാൽ പ്രാവ് വരില്ല. പ്രാവ് തളർന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞൊന്നും പ്രാവ് ഇറങ്ങുന്നില്ല. പ്രാവ് ഒന്ന് കയറിപ്പോയി തേച്ചണം. അതുകൊണ്ട് വെട്ടിടുന്ന അതാണ് ചില കൂട്ടിൽ പറ്റിയിട്ടുണ്ട്. ട്രെയിനറെ പന്തയത്തിൻ്റെ അതൊന്നും ഉറപ്പില്ല. പിന്നെ വെട്ടിടാൻ നിൽക്കുന്ന ഉടയക്കാരനാണ്. പ്രാവ് അപ്പുറത്ത് നിന്ന് ഇറങ്ങിയിരുന്നിട്ട് വരും. അങ്ങനെ വാട്ടർ ടാങ്കിലും മറ്റവൻ്റെ ഗ്രൗണ്ട് ടവറിനൊക്കെ ഇറങ്ങിയ ചരിത്രങ്ങളുടെ ഒരുപാടുണ്ട്. ഞാൻ പേരും ഇവരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഒരാളിൻ്റെ പ്രാവ് പറത്തുമ്പോൾ ഈ ഡ്രസ്സ് പ്രധാന ഘടകം തന്നെയാണ്. പിന്നെ ലൈറ്റ് ഇട്ട് ഇറക്കുമ്പോൾ പ്രധാന ഘടകം തന്നെയാണ് വിളി. നമ്മൾ നിർത്തിയാണ് വിളിക്കുന്നതെങ്കിൽ അങ്ങനെ. ഞാനിവിടെ പ്രാവിനെ വിളിച്ചിറക്കാറില്ല. പ്രാവിനെ വിളിക്കുമ്പോൾ നമ്മൾ കോഴി വിളിക്കുന്ന പോലെ പ്രാവിനെ വിളിച്ചിറക്കും. ചിലത് ബാ 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 ആവേശം കൊണ്ട് വിളിക്കും. വെട്ട് പ്രാവിനെ എടുത്ത് എറിഞ്ഞു കൊടുക്കും. കൂടുതൽ വെട്ടിന് നമ്മൾ വെട്ടിടുന്ന കണ്ടിട്ടുള്ളത്. ഇപ്പം 5 വെട്ട്. ഈ ട്രെയിനിങ്ങിൻ്റെ രീതിയിൽ വരുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് വരുന്നത്? മീൻസ് ട്രെയിനിങ് അല്ല, ഈ ടൂർണമെൻറ്റിൻ്റെ രീതിയിൽ വരുമ്പോൾ അതിൻ്റെ റൂൾസ് ഇതൊക്കെ വരുന്നത്. അതിൻ്റെ റൂൾസ് 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് പ്രാവ് വിടാം. വിടുന്ന സമയം കുറിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു അരമണിക്കൂർ 15 മിനിറ്റ് 20 ഓരോ റൂൾസിൽ ഓരോ വ്യത്യാസമാണ്. എല്ലാത്തിൻ്റെയും റൂൾസ് ഇവിടെ ഉണ്ട്. അടുത്ത വീഡിയോ നമുക്കത് കാണിക്കും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഈ റബറിക്ക് ബോക്യം വരും. പ്രാവ് സൂപ്പർ പറവയാണ്. പിന്നെ റബറി കേൾക്കുന്നത് തൊട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പ്രാവിനെ കാണുന്നു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഒരു പറത്തുക 1 മണിക്കൂർ വെച്ച് കാണിക്കുക. അരമണിക്കൂർ ഫസ്റ്റ് സ്റ്റാർട്ടിങ് 1 മണിക്കൂർ. അങ്ങനെ 7 മണി കഴിഞ്ഞാൽ റബറി കേൾക്കുന്ന സമയം തൊട്ട് കാണിക്കും. അപ്പോൾ നല്ലൊരു റബറിയാണെങ്കിൽ പ്രാവിനെ നിരീക്ഷിച്ചിട്ട് പ്രാവ് കാണാതായാൽ അയാൾ രഹസ്യമായിട്ട് 10 മിനിറ്റ് കൂടെ നോക്കും. പ്രാവ് കാണാതായിട്ട് 10 മിനിറ്റായി. ഈ 10 മിനിറ്റ് കഴിയുമ്പോൾ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് പറയും പ്രാവ് കാണാനില്ല, കാണിക്കണം, സമയം എത്രയാണ്. ഇപ്പോൾ ആ 1 മണിക്കൂറിനകത്ത് പ്രാവിനെ കാണിച്ചു. ഇനി പ്രാവ് ഹൈറ്റിൽ കയറിയാണ് പോണത്. മേഘം മറയുകയാണ്. റബറി കണ്ടു, കാണികൾ 2-3 പേര് കണ്ടു. അപ്പോൾ സമയം വെച്ചു 3 മണിക്കൂർ. ഈ 3 മണിക്കൂറിനകത്ത് പ്രാവ് വരും. ചില പറവയിൽ 2 മണിക്കൂറേ ഉള്ളൂ. തീരെ താന്നാണ് പ്രാവ് കഴിയുക 10 മിനിറ്റിനകത്ത്.
തീരത്താന്ന് വെച്ചാൽ നമ്മൾ ഈ തെങ്ങിൻ്റെ പട്ടണത്തിൽ നിന്ന് പയ്യെ 10 മിനിറ്റ് ഗ്യാപ്പിട്ട് കാണിക്കുക. പ്രാവിനെ കാണും. അത് എന്താ പറയുക, ഈ എല്ലാ ടൂർണമെന്റിലും ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ട് വരും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, വലിയ വ്യത്യാസങ്ങളില്ല. പക്ഷേ കൃത്യമായിട്ട് MBFA നാഷണൽ പീജിയൻസ് പ്ലേയേഴ്സ് അസോസിയേഷൻ ചിത്ര ഇവരൊക്കെ റൂള് അനുമാനിച്ച് തന്നെയാണ് പറത്തുന്നത്. ഇപ്പോൾ കൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവ് ഇറങ്ങി കഴിഞ്ഞാലും മറ്റേ പ്രാവിൻ്റെ അല്ലേ, രണ്ടാമത്തെ ഇറങ്ങുന്ന പ്രാവിൻ്റെ ആയിരിക്കില്ല ടൈം. അത് ചിലതിൽ ഓക്കെ, അതിലും വ്യത്യാസമുണ്ട്. അതിലും വ്യത്യാസം. ഓക്കെ ഓക്കെ ഓക്കെ. ചില പറവയിൽ 2 മണിക്കൂർ വൈകിട്ട് വെച്ചാൽ ആ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഓവർ ടൈമാണ്, അവർക്ക് ചാൻസ് കൊടുക്കും. ഇങ്ങനെ ഓരോ പറവയിൽ ഓരോ വ്യത്യാസം. അപ്പോൾ ഈ ട്രെയിനർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഡ്രസ്സ്. അയാൾ മാത്രമാണ് പ്രാവ് വെട്ടിട്ടുകൊണ്ടിരുന്നതെങ്കിൽ അത് മാത്രം. വെട്ടിടുന്നതിലും നമ്മളെ ഈ ടൂർണമെന്റ് ടൈമില് വെട്ടിടുന്നതിലും ഇത്ര പ്രാവിനെ വെട്ടിടാവോ, അങ്ങനെ ഉണ്ടോ? ചില പന്തയത്തിൽ 5 പ്രാവ്, ചില പന്തയത്തിൽ കൂട് തുറന്നു വിടാം. കൂട് തുറന്നു വിടുന്നതിലും പ്രശ്നം. ചില പന്തയത്തിൽ കയ്യിലെടുത്ത പ്രാവ് ഇങ്ങനെ കാണിക്കാൻ പാടില്ല. പുതിയ റൂൾസാണ്. ഓരോരുത്തരും ഓരോ സംഘടന വയ്ക്കുമ്പോൾ അവർക്ക് തോന്നും പോലത്തെ ഒരു ഇതാണ്. ഇപ്പൊ പ്രാവ് ഒരു പ്രവണതയുണ്ട്. ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല, ഞാൻ അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഞാനൊരു പറവയിലും കാണാൻ പോയി. ഇപ്പം കാഞ്ഞിരംകുളത്ത് പന്തയം വിട്ടിലിപ്പോൾ കിഴക്കേക്കോട്ടയിൽ മഴ ചാറുകയാണ്. കാഞ്ഞിരംകുളത്ത് പന്തയം വിട്ടിരിക്കുകയാണ്, കിഴക്കേക്കോട്ടയിൽ മഴ ചാറയാണ്. ഉടൻ കൂടെ ചാൻസ്, ഉടൻ കൂടെ ചാൻസ്. ഇതൊക്കെ വൃത്തിയിട്ടൊരു പ്രവണതയാണ്. സഹിക്കാൻ വയ്യാത്ത മഴയാണെങ്കിൽ പ്രാവിന് റബ്ബറിക്ക് ചാൻസ് കൊടുക്കാം. അല്ലാതെ മഴ തൂറ്റിക്കൊണ്ടേ നിൽക്കുമ്പോഴും കാർമേഘം വരുമ്പോഴും ചാൻസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് എൻ്റെ അഭിപ്രായമാണ്. പണ്ട് ഞങ്ങളുടെ പറവയിലൊന്നും ഇതില്ലായിരുന്നു. പ്രാവ് മഴ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. എൻ്റെ ടൂർണമെൻ്റ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കോരിച്ചെടിയുന്ന മഴയാണ്, കസേരകൾ അങ്ങനെയൊക്കെ വാരി വെച്ചുകൊണ്ടാണ് പയ്യന്മാർ നിന്നത്. പ്രാവ് അനങ്ങിയില്ലല്ലോ, വെട്ടിട്ടപ്പോൾ തന്നെ പ്രാവാണ്. അതിൻ്റെ ഭാര്യ കരഞ്ഞതുകൊണ്ടാണ് വിട്ടിട്ട്. കാരണം ഗ്രാഞ്ഞൽ ഇങ്ങനെ ആയിപ്പോയി പ്രാവിൻ്റെ ചിറവുകളെല്ലാം. എന്നിട്ടും പ്രാവ് പറക്കുകയാണ്. ആ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാവും. ഞാൻ വെട്ടിട്ടപ്പോൾ പ്രാവ് കുഴിയിൽ തന്നെ ഷാനൊക്കെ ഉണ്ടായി. ഇപ്പോൾ സത്യം പറഞ്ഞ പ്രാവ് ഈ മഴ വലിയ രീതിയിൽ മഴയല്ലാതെ ചെറിയൊരു തൂറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ ദേഹത്ത് വെള്ളം അങ്ങനെ ഒട്ടുമില്ലല്ലോ പ്രാവിന്റെ. അല്ലെങ്കിൽ ഒട്ടുമില്ല. അതുകൊണ്ട് തന്നെ മഴയത്ത് ഓടിച്ചെറിയുന്ന കാറ്റും മഴയും വന്നാലേ പ്രാവ് നനഞ്ഞൊട്ടു. പ്രാവ് പറക്കും. ഇതിവിടെ ഇപ്പോഴത്തെ പ്രാവക്കാർ അങ്ങനെയല്ല. മഴ അവിടെ ചാറിയാൽ മതി, ഇവിടെ ചാടി. ഈ വാട്സപ്പ് വഴി അയക്കുന്ന ഒരു വൃത്തികെട്ട പ്രവണതയാണ്. അയക്കാം, നല്ല കാര്യങ്ങൾ അയക്കാം. ഇങ്ങനത്തെ പ്രാവ് പറന്നു. അല്ലെങ്കിൽ റീസൺ മഴ, ആ വിചാരിക്കാത്തന്ന് മഴ തൂക്കി. അല്ലെങ്കിൽ കാർമേഘം. ഇതൊക്കെ തെറ്റായൊരു പ്രാവാണ്. പ്രാവ് പറക്കേണ്ടവരുടെ പ്രാവ് പറക്കും. പിന്നെ അതുപോലെ ചില പ്രവണതയുണ്ട്, സപ്പോർട്ട് പറത്തുക. ഇപ്പോൾ ഇവിടെ പന്തയെ പറന്നുകൊണ്ടിരിക്കും, അവരെല്ലാവരും കൂടെ പ്രാവ് പറത്തുക. അത് പറക്കുന്ന പ്രാവിന് ബാധകമാണ്. അത് മടിച്ചു വരും. അടുത്തവർ സപ്പോർട്ട് ചെയ്യണം. പ്രാവ് പറക്കുന്ന പ്രാവ് പറക്കട്ടെ. ഇത് ആ ധാരണയില്ല. എങ്ങനെ അവൻ്റെ പറവയെ ഇല്ലാതാക്കാം? പൊന്നു പ്രാവ് വളർത്തുകാരെ അങ്ങനെയുള്ള ദുരുദ്ദേശങ്ങളൊന്നും ചെയ്യരുത്. പ്രാവാണ് പറക്കുന്നത്. പ്രാവ് സത്യസന്ധമായ പ്രാവാണ്. പ്രാവിൻ്റെ അടുത്ത് വേലത്തനം കാണിച്ചവരെല്ലാം മുട്ടടിച്ച് വിഴുന്നിട്ടുണ്ട്. കാരണം ഈ പ്രാവ് പറത്തല്ലേ എന്നെ ഒരു വീഡിയോ പിടിക്കണമെന്ന ഒരു ഇത് കൊണ്ടുവന്ന വട്ടപ്പാറ റജിയാണ്. അപ്പോഴങ്ങനെ ഞാൻ കുറേ ദൂരം ഒരുപാട് വിവരങ്ങളിൽ ഞാൻ അറിഞ്ഞു. കാരണം ന്യൂയോർക്ക്, അമേരിക്ക, ലണ്ടൻ, സിംഗപ്പൂർ, ഖത്തർ, അബുദാബി, ഇവിടെ നിന്നെല്ലാം എന്നെ വിളിച്ച് അവരൊക്കെ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലായിട്ടിരുന്ന ബനിയൻ 2 ഷർട്ടും ഒരാൾ ഖത്തറിൽ നിന്ന് വന്നപ്പോൾ ഉപകാരമായി തന്നത്. പിന്നെ അങ്ങനെ പ്രാവിൻ്റെ പറവ ഇല്ലാതാക്കാൻ നോക്കുക. നമുക്ക് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടെങ്കിൽ പ്രാവ് പറവയിൽ കൂടെ അല്ല തീർക്കട്ടെ. അത് വ്യക്തിപരമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വാക്ക് പറഞ്ഞല്ലോ, പ്രാവ് പറത്തിക്കണ്ട് പ്രാവ് ഇറങ്ങി ഉപ്പിട്ട് വാങ്ങിച്ചിട്ട് പെയ്യിട്ട് പിറ്റേന്ന് രാവിലെ ചായ കടയിൽ ഇവിടെ പ്രാവ് എങ്ങനെ ഉണ്ടാവുന്നത്? അയ്യേ, അത് പറഞ്ഞിട്ട് കാര്യങ്ങളെ കുറേ നേരം കാണാനില്ലേ. അതൊക്കെ ഒരു പീറ സ്വഭാവം. അതുപോലെ ചിലർ പറയും ഞാൻ അടുത്ത വർഷം ഒലത്തിക്കളയും. അവരുടെ കൂട്ടിൽ പറക്കില്ല. കാരണം എന്താണെന്ന് അറിയാം, ഈ ഉലത്തുന്നവരല്ല പറക്കുന്നത്, പ്രാവാണ് പറക്കുന്നത്. അതിൻ്റെ അന്നത്തെ ആരോഗ്യം, അന്നത്തെ ശരീരത്തിൻ്റെ ആ ഒരു ഇത് അതാണ് ഞാൻ പറഞ്ഞത്. എത്ര പറവ കണ്ടാലും പന്തയത്തിൻ്റെ അന്ന് കുറിക്കുന്നതാണ്
പറവ്. പിന്നെ ഈ പ്രാവ് വളർത്തുന്നവരാരും കിഴങ്ങന്മാരൊന്നും അല്ല, എല്ലാവരിലും നല്ല പ്രാവുകളുണ്ട്. ഇന്ന് പുതിയതായിട്ട് വളർത്തുന്നവരാണ് ഈ കമൻ്റൊക്കെ ഇടുന്നത്. എത്ര ഉലർത്തി, എത്ര പറത്തി, പ്രാവ് മുട്ട എവിടെ കൂടെയാണ് ഇടുന്നത്. അത് അവരുടെ പാരമ്പര്യമാണ്, അവരെ ശീലിച്ച് വളർന്നു വരുന്ന പാരമ്പര്യം. അതുകൊണ്ട് പ്രാവ് പറക്കണ കാഞ്ഞിരങ്ങളത്തൊക്കെ വിളക്ക പറത്തിയ പ്രാവ് വളർത്താറുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പന്തയത്തിൽ 14 വെളിയിൽ പോയിട്ടില്ല. മനസ്സിലായി? ജിത്തു നല്ലൊരു പറവ കാഴ്ച വെച്ചിട്ടുണ്ട്. പുത്തങ്കട ബിനു നല്ലൊരു പറവ കാഴ്ച വെച്ചിട്ടുണ്ട്. 2 പ്രാവ് പറന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ പറക്കണമെന്നില്ല. 30 മണിക്കൂർ 2 പ്രാവ് പറന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞ് ചിലപ്പോൾ 30 മിനിറ്റും പറക്കില്ല. പറക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ചിലതിൻ്റെ പറക്കും, തവരൊക്കെ പറക്കും, തവരൊത്തില്ലെങ്കിൽ പറക്കില്ല. അത്രയേ ഉള്ളൂ. ഇവിടെ പ്രാവ് പറത്തലിൽ ഒരുപാട് കാര്യങ്ങൾ, ലൈറ്റ്, ഡ്രസ്സ്, ആഹാരം, അതിൻ്റെ കോച്ചിങ്, അതിൻ്റെ ട്രെയിനിങ്. ഇപ്പം പ്രാവ് ഈ തട്ടിൽ ഇറങ്ങിയാണ്, തട്ട് നല്ല വിജനമാണ്. നിങ്ങളൊരു കളർ തുണി നനച്ചിട്ടിരുന്നു 100ൽ 95 പ്രാവും മാറിപ്പിടിക്കും. കാരണം ഇതൊരു കൺഫ്യൂഷൻ. പ്രാവ് താഴെ വന്നിട്ട് കുത്തനം വിളിക്കും. അങ്ങനെയുള്ള ഒരു തടസ്സങ്ങളും പാടില്ല. അതുപോലെ ഞാൻ പല കമ്മിറ്റികളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. പ്രാവുക്കൂട്ടിൽ നിന്ന് 25 മീറ്ററെങ്കിലും മാറിയിരിക്കണം. സ്ഥലമില്ലാത്തവരെവിടെ ഇരിക്കും എന്ന് എൻ്റെ അടുത്ത് കേട്ടവരുണ്ട്. സ്ഥലമില്ലാത്തവർ പ്രാവ് പറത്തല്ല. ഇത് കൂട്ടിൻ്റെ അടുത്ത് ചാരിയിരുന്ന് ചീട്ടുകളി, അത് ഇത് പിടിച്ച് തള്ളല്, TV കാണല്, കിടക്കൽ, ഉറങ്ങക്കം, ഇതൊക്കെയൊന്നുമില്ല. പന്തയം നടക്കുമ്പോൾ അതിൻ്റേതായ ചിട്ട അനുസരിച്ച് തന്നെ നടക്കണം. 25 മീറ്ററെങ്കിലും മാറി തന്നെ ഇരിക്കണം. കഴിയണത് 50 മീറ്റർ മാറിയിരിക്കുന്നതാണ് സുഖം. പ്രാവ് സ്വയംഭമായിട്ട് പറക്കട്ടെ, പ്രാവിനറിയാൻ മതി. ഈ വീരവാദം പറയുന്നവർ ആദ്യമായിട്ട് ദ്രോണ്ടെടുത്ത് പോയ പേട്ടയിൽ പോകാൻ സ്ഥലം ചോദിക്കില്ലേ? ഇപ്പൊ ഈ യൂട്യൂബ് എടുത്തോണ്ടിരിക്കുന്ന നിങ്ങൾ ദ്രോണ്ടെടുത്ത് പോവുകയാണ്, പേട്ട അറിയില്ല, നിങ്ങൾ നേരെ അങ്ങ് പേട്ടയിൽ പോകും, ചോദിച്ചല്ലേ പോകും. അപ്പോൾ ഈ വിടണ പ്രാവാരുടെ ചോദിക്കണം, എൻ്റെ യജമാനൻ്റെ വീട് എവിടെയാണ്, കരിച്ചൽ എവിടെയാണ്, ഈ കരിച്ചലിൻ്റെ അടുത്ത് എവിടെയാണ് കാഞ്ഞിരംകുളം, ഈ കാഞ്ഞിരംകുളത്തിൻ്റെ അടുത്ത് മറ്റേ ഷാൻ എവിടെയാണ് പ്രാവ് വെച്ചേക്കുന്നത്. അപ്പോഴേ പേട്ടയിൽ പോകണം, നിങ്ങൾ വഴി ചോദിച്ചല്ലേ പോകും. ഈ പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവ് വഴി ചോദിക്കണമല്ലോ. എന്നിട്ട് നിങ്ങൾ കാഞ്ഞിരംകുളത്ത് നിന്ന് പേട്ടയിലോട്ട് പോവുകയാണ്. മുക്കാലല്ല കോവളത്തെ എന്നപ്പോൾ ഒരു ക്ഷീണം പോകും. വണ്ടിയോടെ ചവിട്ടി ഒരു നാരങ്ങ വെള്ളമെല്ലാം കുടിച്ച് റിലാക്സ് ആയിട്ടല്ലേ പോകും. എന്നിട്ട് പേട്ടയിൽ എത്താറാകുമ്പോൾ എത്രയോ പേരുടെ ചോദിക്കും, പേട്ട എവിടെ, പേട്ട എവിടെ, പേട്ട എവിടെ. അപ്പോൾ പേട്ടയിൽ ചെല്ലുമ്പോൾ ആനയറയിൽ ഇന്ത്യൻ ബാങ്ക് എവിടെ ഇരിക്കുന്നു, അവിടെ ചെല്ലും. പക്ഷേ ഈ നിങ്ങൾ വിടുന്ന പ്രാവിന് ക്ഷീണം തോന്നുമ്പോൾ അതെവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്നത്? അത് ഏത് മരത്തിലാണ് ഇരുന്ന് വിശ്രമിക്കുന്നത്? ആരെടുത്ത് വഴി ചോദിക്കുന്നത്? കാഞ്ഞിരംകുളത്ത് ഷാനിൻ്റെ കൂടെ എവിടെ, അല്ലെങ്കിൽ ജിത്തുവിൻ്റെ കൂടെ എവിടെയെന്ന് അവിടെ നിന്നും കൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യനേക്കാൾ എത്രയോ പവർ മെമ്മറിയാണ് ആ പ്രാവിന്. ഇത്രയും രാത്രിയും പകലും ഇത്ര ദൂരമൊക്കെ പറന്നിട്ട് വൈകിട്ട് ഇറങ്ങാൻ ഐസക്കടിച്ചനറ്റ് ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച് ആപ്പിളിഞ്ഞ് താഴോട്ട് വന്നപ്പോൾ കണ്ടുപിടിച്ചതുപോലെ ഈ പ്രാവ് ഇറങ്ങാൻ ഇങ്ങനെ വരുമ്പോൾ ആ വീട്ടിൽ തന്നെ ഇറങ്ങാൻ വരുന്ന പ്രാവ് ഒരു ഇതിഹാസമുണ്ട്. വേറെ ബാബുണ്ണം പറയട്ടെ, പ്രാവെന്ന് പറഞ്ഞ ഒരു ഇതിഹാസമാണ്. അപ്പോൾ ഞാനും പറയുകയാണ്, ഇതെല്ലാ ദൂരവും പോയി മഴയും വെയിലും കൊണ്ട് ഇത്രയും ടൈം പറന്നിട്ട് ഇത്രയുള്ളൊരു ജീവപ്രാണി ഈ ഉടയക്കാരനെ തേടി ഇറങ്ങാൻ വരുമ്പോൾ ആരെങ്കിലും ഓടി ഇങ്ങനെ വന്ന് കയറുകയും ഒരു ആധാരം അറിഞ്ഞുകൂടാത്ത ഒരു ഡ്രസ്സ് കാണുകയും ചെയ്യുമ്പോൾ ആ പ്രാവ് ഈ ഭൂമിയിലോട്ട് വരാൻ വെമ്പൽ കൊണ്ട് ആകർഷണം കൊണ്ട് വരുന്ന ആ പ്രാവാണ് ചാണ്ടിപ്പോയി മറ്റൊരിടത്ത് ഇറങ്ങുന്നത്. അത് പ്രാവിൻ്റെ തെറ്റല്ല, നമ്മളെ തെറ്റാണ്. അപ്പോൾ പ്രാവിൽ ട്രെയിനറുടെ കഴിവാണ് കഴിവ്. അവിടെ തോന്നും പോലെയൊക്കെ ആൾ വിളിച്ച് കയറ്റിയാൽ അതിന് പരിചയമില്ലാത്ത ഒരിത് വരുമ്പോൾ പ്രാവ് ഇറങ്ങാൻ മടിക്കും. പ്രാവ് മാറിപ്പോയിട്ട് ചിലപ്പോൾ ഇടയിൽ ചെന്ന് ഇരുന്നിട്ട് പിറ്റേന്ന് രാവിലെ വരും, അല്ലെങ്കിൽ വൈകിട്ട് വരും. ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഈ ട്രെയിനറുടെ കാര്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇനി അത് പോയിട്ട് മരുന്ന് കാര്യങ്ങളും കുറേ കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ഈ മഴയത്ത് അങ്ങനെയൊക്കെ വരുമ്പോഴേ എന്തെങ്കിലും, കാരണം ഇപ്പം നമ്മളിപ്പം മഴയുടെ ഒരു സമയമാണല്ലോ, അപ്പം മിക്കവരുടെ അടുത്ത് ഈ കഫ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കൊണ്ട് നമ്മളടുത്ത് പിള്ളേരൊക്കെ പുതുതായിട്ട് വന്ന ആൾക്കാരൊക്കെ നമുക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിക്കാറുണ്ട്. അപ്പം അതിനൊക്കെ ഒരു മെഡിസിൻ എന്നുള്ള രീതിയിൽ എന്ത് കൊടുക്കാം? അപ്പോൾ ഞാൻ മെഡിസിൻ പറഞ്ഞു തരാം. ഞാൻ ഒരു കാര്യം ഒരിക്കൽ കൂടെ പറയുകയാണ്. ഞാൻ മുമ്പൊരു വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഒരുപാട് എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു, അപ്പന് പറഞ്ഞു ഒക്കെ കമൻസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇടുന്നവരൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് മൊബൈലിൽ ഒരു കളി അറിയില്ല. ഈ നോക്കിയ മൊബൈലിൽ ഒരു കാള് വന്നാൽ എടുക്കാൻ അറിയാം.
ഒരു മിസ് കാൾ കിടന്ന എടുക്കാൻ അറിയും. ഇതിലാണ് മെസ്സേജ് അയച്ചതെന്ന് അറിഞ്ഞു. അതുകൊണ്ട് പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ മെസ്സേജ് അയച്ചൊന്നും ചോദിക്കരുത്, നേരിട്ട് വിളിച്ച് ചോദിക്കണം. എൻ്റെ നമ്പർ ഞാൻ പറയാം: 95 44 72 31 14. സ്ഥലം കരിച്ചലാണ്, കാഞ്ഞിരംകുളം ശ്രീധരനാശാനെന്ന് അറിയപ്പെടും. ഇനി മൂക്കൊലിപ്പിന് നമ്മളെ എൻ്റെ പെണ്ണൻ പറയും പോലെ കൊച്ചു കുട്ടിയൊക്കെ നാസിക് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു സാധനം, കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അതൊരു തുള്ളി മൂക്കിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ കഫത്തിൻ്റെ പ്രശ്നം പറയുമ്പോൾ പോരുകോഴി വളർത്തുന്നവർക്ക് അറിയാം. അവർ കോഴി പോരടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടെങ്കിൽ അപ്പോൾ കഫം കയറുമ്പോൾ കഴുത്തിനൊക്കെ വന്ന് പയ്യെ ഒന്ന് ഉടച്ച് ഒരു വലിയ തൂവലിട്ട് കഫമൊക്കെ എടുത്തിട്ട് മെറിക്കൂൺ അതിൻ്റെ സിറപ്പോ അല്ലെങ്കിൽ മെറിക്കൂനോ കൊടുക്കും. ധാരാളം അത് മതിയാവും മൂക്കൊലിപ്പിന്. നമ്മളതിനെ ജലദോഷം എന്ന് പറയും. പിന്നെ കിറുകിറുപ്പ് ഇങ്ങനെ വലിക്കുന്നതിന് നോർമട്രോജിൻ അല്ലെങ്കിൽ ആസിതെറാമെസിൻ 3 ദിവസം കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇവിടെ മാറുന്നു. എത്ര ഡ്രോപ്പ്? ഒരു 3 ഡ്രോപ്പ്. വലിയ പ്രാവൊക്കെ ആണെങ്കിൽ ഒരു 3 ഡ്രോപ്പ്, ചെറിയ കുഞ്ചിനാണെങ്കിൽ ഒരു തുള്ളി. പക്ഷേ യഥാർത്ഥത്തിൽ മഴയത്ത് അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം അത് നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കൊണ്ടാണ് പ്രാവ് മഴയത്ത് പൊഴിച്ചിലുണ്ടാവുന്നതും. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ ആഹാരം എല്ലാം കൊടുക്കണം പിഴുതിട്ടിരിക്കുമ്പോൾ. നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്ന് തോലൊക്കെ ആയതിനു ശേഷം ആഹാരം മാറുമ്പോൾ തോല് പൊഴിച്ചിട്ട് വരും. ഇപ്പോൾ മരുന്ന് മൂക്കൊലിപ്പിന് ഇതാണ് മരുന്ന്. കഫക്കെട്ടിന് നോർമട്രോജിൽ കൊടുക്കാം. വയറിളക്കത്തിന് എസ്പെൻറ്റും നോർമട്രോജിലും കൂടെ ചേർത്ത് ഈ അല്ലാതെ ഈ കാൽഷ്യം, വിറ്റാമിൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഓൾസോ കാൽസ്യം കൊടുക്കും. വന്നിട്ട് പ്രാവിനെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നിർത്താൻ ഓൾസോ കാൽസ്യം കൊടുക്കും. സിനോവിറ്റ അല്ലെങ്കിൽ സിങ്കോവിറ്റ് ഇത് കൊടുക്കും. സിങ്കോവിറ്റും നല്ലത് തന്നെയാണ്, സിനോവിറ്റും നല്ലത് തന്നെയാണ്. ഞാൻ ഈ കൊടുക്കുന്ന മരുന്നുകളെല്ലാം ഇവിടെ സ്റ്റോക്കാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ആ മരുന്നുകളെല്ലാം പരസ്യമായിട്ട് കാണിക്കും. പിന്നെ പ്രാവിന് ഗ്രിപ്റ്റ് കൊടുക്കും. അത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. മുട്ടത്തോട് കഴിയണതും അവിച്ച മുട്ടയുടെ തോട് കൊടുക്കാൻ. അവിച്ച മുട്ടയുടെ തോടിൻ്റെ എസൻസ് അങ്ങുമാണ്. ആഴ്ചയിൽ ഒരു ദിവസം മുട്ടത്തോട് ഉണക്കി പൊടിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇപ്പോൾ കുഞ്ഞിരിക്കുന്ന സമയത്തും മുട്ടത്തോട് കൊടുക്കും. ഏറ്റവും ബെസ്റ്റാണ്. കുഞ്ഞിരിക്കുന്ന സമയത്ത് കരിക്കട്ടപ്പൊടി, പ്ലാസ്റ്റിക് കത്തിക്കാത്ത കുഞ്ഞിന് കക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കും എനർജിക്കലാണ്. ഈ കുഞ്ഞുങ്ങളൊരു ഈ ചെറിയ കുഞ്ഞില്ലേ, പ്രായത്തിന്റെ ഒരു ഇഷ്യൂ വരില്ല ഈ കക്കി കൊടുക്കുമ്പോൾ ഡൈജഷൻ. അതിന് കണക്കാക്കിയാണല്ലോ കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു 10 പ്രാവിനെ തന്നിട്ട് ഒരു പിടി ചാരമാണല്ലോ ഇട്ടു. ചാരവും മണ്ണ്, ആറ്റുമണൽ. ഗ്രിപ്റ്റ് ബെസ്റ്റാണ്. കുടങ്ങല പിഴുതിട്ട് കൊടുക്കണം, നല്ലതാണ്. നവരയില അതിട്ട് കൊടുക്കണം, നല്ലതാണ്. പിന്നെ മുരിങ്ങയില അത് നല്ലതാണ്. മുരിങ്ങയില ഇത് ബ്രീഡിങ്ങിന് ഇതില് നല്ലതായിരിക്കും. എല്ലാത്തിനും നല്ലതാണ്, ഹെൽത്തിക്കൊക്കെ നല്ലതാണ്. പിന്നെ പപ്പയില ഇതൊക്കെ അത് ആവശ്യത്തിനെ കൊത്തി തിന്നും. ഈ ചാമ്പലും മണ്ണും കൂടുതൽ തിന്നും. അത് കൂടുതൽ തിന്നാൻ കുഞ്ചിരിക്കുമ്പോൾ ഇവിടെ ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ ഗ്രിപ്റ്റൊക്കെ കുട്ടിനകത്ത് ആഹാരം ഗ്രിപ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. തുറന്നു വിട്ട് പിടിച്ചടയ്ക്കാനുള്ള നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ വയറ്റിളക്കത്തിന് എസ്പെൻറ്റ്. പക്ഷെ ഇത് ഒരു ചുക്കുമില്ല. ഇരയിളക്കിയത് കറക്റ്റാണെങ്കിൽ ഒന്നും വരില്ല. ഇപ്പോൾ ഒരു വിരിപ്പ് കുഞ്ചെടുത്താൽ ആ കുഞ്ച് പറന്നിറങ്ങിയതിന് ശേഷം 1 മാസം മാറ്റിയിട്ടിരുന്ന് പ്രാവിനെ ഹെൽത്തിയാക്കിയിട്ട് ഒരിക്കൽ കൂടെ ഇരയ്ക്ക് മരുന്ന് കൊടുത്ത് ഒരു 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും ജോലിയാക്കി കുഞ്ചെടുക്കുക. ഓരോ വിരിപ്പ് കുഞ്ഞെടുക്കുമ്പോഴും പ്രാവിനെ മാറ്റിയിട്ട് ഇരയ്ക്കുള്ള മരുന്ന്. ഇപ്പോൾ ആശ വന്നിട്ട് ഒരു കുഞ്ഞ് എടുത്തിപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത എത്ര ദിവസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശരിക്കും അടുത്ത കുഞ്ഞെടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഒരു മുട്ടയാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു മുട്ട വയ്ക്കുമ്പോൾ തന്തയെന്നുള്ള ക്ഷീണിക്കില്ല, നല്ല ഹെൽത്തി. അപ്പോൾ ആ കുഞ്ചൊരു 35 ദിവസമൊക്കെ ആകുമ്പോൾ പറന്നിറങ്ങും. അതേസമയത്ത് ഒരു 15 ദിവസം ആകുമ്പോൾ കടൽ മാരിക്കൊടുത്ത് ഹാൻഡ് രീതി ചെയ്ത് വളർത്തുന്നവരുമുണ്ട്. അപ്പോൾ തള്ളയും തന്തയും മാറ്റി തള്ളയും തന്തയും നല്ല ഹെൽത്തി എന്ന് കണ്ടാൽ ഇരയ്ക്ക് മരുന്ന് കൊടുക്കണം. ഇരയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ആണിൻ്റെ കൂടെ ഇട്ട്
കുഞ്ചെടുക്കുക. 15 ദിവസം വരയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് ഗ്യാപ്പ് ഇട്ടിരിക്കും. ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടിലിട്ടിരിക്കും. മെയിൽ ഒരു കൂട്ടിൽ ഫീമെയിൽ ഒരു കൂട്ടിൽ. അല്ലെങ്കിൽ പിന്നെ മുട്ട കരുമ്പി. അതുപോലെ തന്നെ ഈ മുട്ട ഇടാതെ കിടക്കുന്ന പ്രാവിനൊക്കെ മുട്ടത്തോട് കൊടുത്താൽ പറവറ മുട്ട. നമുക്കൂടെ അങ്ങനെയാണ് അനുഭവം. കൂടുതൽ കുഞ്ചെടുക്കാതിരിക്കുക, കൂടുതൽ പ്രാവ് വളർത്താതിരിക്കുക. നല്ല ബ്രീഡ്. ഇപ്പം നമ്മൾ എത്ര വന്നാലും 2 പ്രാവിൻ്റെ പന്തയത്തിന്. ഞാൻ ഒരു പന്തയത്തിന് വിടുന്ന പ്രാവ് അടുത്ത പന്തയത്തിന് വിടില്ല. നമുക്ക് ഈ ആ ഒറ്റയ്ക്ക് കിടക്കണ എല്ലാം കൂടെ പറത്തിയിട്ടേക്കണ പ്രാക്കളാണ്. നമ്മൾ മാറി മാറിയേ പ്രാവ് വിടും. ഇപ്പോൾ വന്നിട്ട് ആശം ഒരു പ്രാവശ്യം പറത്തിയ പ്രാവിന് അടുത്ത പന്തയത്തിന് വിടൂല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വന്നിട്ട് ഈ നെക്സ്റ്റ് വരുമ്പോൾ അടുത്ത് അതിൻ്റെ കുഞ്ഞിനെയാണ് പറത്തുന്നത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. വെച്ചാൽ ആ ലൈനിൽ വരെയല്ലേ? മീൻസ് ഇപ്പോൾ എത്ര വയസ്സുള്ള പ്രാവിലായിരിക്കും പന്തയത്തിന് വേണ്ടി ആശ യൂസ് ചെയ്യുന്നത്? ഞാൻ ഇപ്പം കഴിഞ്ഞ വർഷത്ത് 6 വയസ്സും 7 വയസ്സും ആയതാണ്. ഈ വർഷം തൊട്ട്. അപ്പൊ അത്യാവശ്യം പ്രായമുള്ളതിനും പന്തയത്തിന് യൂസ് ചെയ്തത്. അപ്പൊ ഇത്തവണ അതിനെ ട്രയൽ ചെയ്ത് പറത്തി നോക്കുമ്പോൾ അറിയാം ഇത്തവണ പന്തയത്തിന് ഉപയോഗിക്കാവുന്ന. ഓക്കെ. നമ്മള് പറത്തി വരുമ്പോൾ വീണ്ടും കുഞ്ഞിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിച്ച് അതേ രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച് വരിക. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും എത്ര ടൈം പറക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡിയ വെച്ചതിന് ശേഷം പിന്നെ ടൂർണമെന്റിന് വേണ്ടി വയ്ക്കുക. ഞാൻ ഒരു 20 പ്രാവ് 25 പ്രാവ് ആണുങ്ങളെയാണ് ഇവിടെ ചെറവ് പിഴുതിട്ടെ. ഇവിടെ ഒരു പ്രാവിന് ദഹനക്കേടോ എന്തെങ്കിലും വന്നാൽ ഒരാഴ്ച പിന്നെ അതിനെ പറത്താൻ പറ്റില്ല. അടുത്ത് വേറൊരാളിൻ്റെ കൂടെയാണ് മറ്റേ പ്രാവിൻ്റെ കൂടെ. അങ്ങനെ പ്രാക്ടീസ് വെച്ചിട്ടുണ്ട്. നമുക്ക് പുതിയതായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം അതാണ്. അടുത്ത വർഷം പന്തയം വിടാൻ വേണ്ടിയിട്ട് അടുത്ത വർഷത്തേക്ക് പ്രാവ് നോക്കി നടക്കേ. ഈ വർഷമേ ഒരു 12 മണിക്കൂറൊക്കെ പറത്തി ഓക്കെ ആണെന്ന് കണ്ട് പ്രാവിനെ വെട്ടി വെച്ച്. അപ്പോഴടുത്ത വർഷം പകുതി ജോലിയേ ഉള്ളൂ. അതാണ് പെട്ടെന്ന് ടൈം കയറ്റി നമുക്ക് കൊണ്ടുവരാനും പറ്റും. അതാണ് ഞാൻ ഒരു 6 മണിക്കൂറൊക്കെ പ്രാവ് ഓടി വരുമ്പോൾ നമുക്ക് 4 മണിക്കൂർ 5 മണിക്കൂർ കയറ്റിവിടാം. അത് നമ്മുടെ പ്രാവിലുള്ള നമ്മളുടെ വിശ്വാസമാണ്. അല്ലാതെ ഈ 10 മിനിറ്റ് അരമണിക്കൂർ അതിനെന്തരാവും? ഒന്നും ആവില്ല. നിങ്ങൾ സ്റ്റേഡിയത്തിൽ ഫുള്ള് ഓടിയിരിക്കണം. നിങ്ങൾക്ക് 4-1 അതാണ് ഞാൻ ആ ഉപമ പറയുന്നത്. 4-1 ഓടാൻ നിങ്ങൾ കാലെടുത്ത് 2 കാലെടുത്ത് വെക്കുമ്പോഴേ തോന്നുന്നു. അതെ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഈ ഗോതമ്പ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രാവിന് വെയിറ്റ് വയ്ക്കുമോ? എന്ത് കൊടുത്താലും വെയിറ്റ് വയ്ക്കും. വിര ശല്യം ഉണ്ടായിരിക്കണം. വിര കൊക്കോപ്പുഴ ശല്യം. അതെ. ഇപ്പോൾ ടൂർണമെന്റ് പറത്തുന്ന പ്രാവിന് വെയിറ്റ് ഇല്ലാണ്ടിരിക്കണാണോ? വെയിറ്റ് കയറി കഴിഞ്ഞാലും കുഴപ്പമില്ലേ? ടൂർണമെന്റ് പറക്കണ പ്രാവിന് ചത കയറാൻ പാടില്ല. ഓക്കെ. അപ്പോൾ അതിന് ബെറ്റർ നമ്മളെ ഈ കമ്പമ്പുല്ല് രാഗി അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. എന്നിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ പ്രാവിനെ കയ്യിലെടുക്കുമ്പോൾ അറിയാം അത് തയ്യാറാണോ അല്ലേ. നമ്മളങ്ങനെ പ്രാവിനെ ഇങ്ങനെ ചിറകൊക്കെ പിടിച്ച് വിട്ട് നോക്കും. പ്രാവിനെ കയ്യിലെടുത്ത് നോക്കും. ശരിക്കും പറഞ്ഞാൽ പ്രാവ് കരിങ്കല്ല് വരും. ഫുള്ളായിരിക്കില്ല. എന്നിട്ട് ടൂർണമെന്റിന് സെറ്റ് ചെയ്ത പ്രാവ് ഇത്തവണ ഞാൻ 6 കുഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഈ 6 കുഞ്ചിനെ ഇത്തവണ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇവർ പറന്നിറങ്ങാറാവുമ്പോൾ ഇവരെ കൂടെ ഓട്ടിച്ചു വെക്കും. അല്ലാതെ അതിന് ഓൾറെഡി പറന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൂടെ ഇതിനെ കൂടെ കയറ്റിവിട്ട് ഇറക്കും, ഒരുമിച്ച് ഇറക്കും. അങ്ങനെ 2-3 മണിക്കൂർ ആയതിനു ശേഷം ഇവരെ വെട്ടിയെന്ന് വയ്ക്കും. പിന്നെ ഇവരെ പരിശീലിക്കുന്ന അടുത്ത വർഷം. ഓക്കെ. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ചിറക് പിഴുത് അടുത്ത ഇത് കയറ്റുള്ളൂ. ഇതിനിടയ്ക്ക് പിഴയില്ല ഒന്നും ചെയ്യില്ല. ഓക്കെ. അപ്പം ഒരു പ്രാവശ്യം പറത്തി കഴിഞ്ഞാൽ പിന്നെ 1 ഇയർ ഗ്യാപ്പ് കൊടുക്കും. അപ്പം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നല്ല ബ്രീഡിങ് സൈസ് ആവും. ആ സമയത്ത് കറക്റ്റായിട്ട് കയറ്റി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉള്ളത്. അങ്ങനെ നമ്മൾ 3 കൊല്ലം 2 കൊല്ലം ഫുള്ള് പറവ കണ്ട പ്രാവുകളെയാണ് ഈ കണ്ണൂരും അവരേക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. അവർ കുറ്റം പറഞ്ഞാലും നമ്മളെ മനസ്സിൽ പ്രയാസം വരില്ല. നമ്മൾ ഫുള്ള് കണ്ട. പിന്നെ ഞാനീ കൊടുത്തവരാരും എൻ്റെ അടുത്ത് പ്രാവ് പറഞ്ഞില്ല എന്നൊന്നും ഇതുവരെ പറഞ്ഞു. അതാണ് കേക്കണ രൂപ വാങ്ങിക്കണം, കൊടുക്കണം. പക്ഷേ ഈ കേക്കണ രൂപയെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ അറിയാം. ഞാൻ 10-15,000 രൂപ കേൾക്കും. 5 രൂപ 8 രൂപ 10 രൂപയൊക്കെ തന്നെ നമ്മൾ സന്തോഷമായിട്ട് പിടിക്കും. ഇപ്പം റാഷീദ്, ഈ റാഷീദിനേക്കാൾ സ്പീഡാണ് അവൻ്റെ കൂടെ വന്ന മുസ്തഫ. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ച ആ രീതിയിലൊക്കെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു മോന് മടിയിലിരുത്തി പരിശീലനം പറഞ്ഞു കൊടുത്തതുപോലെയാണ് ഈ ഷാഫിക്ക് ഞാനും ട്രെയിനിങ് പറഞ്ഞു. മനസ്സിലായി? പക്ഷെ അതിൻ്റെ ഫലം, അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അവനുണ്ടായി. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ പറയണത് തന്നെ, പ്രാവ് കുഞ്ചി വിൽക്കണം, കേക്കണര് കൊടുക്കണം, പക്ഷെ നല്ല പ്രാവ്. ഇവിടെ ആര് വന്നാലും പ്രാവ് കൊടുക്കാൻ തയ്യാറാണ്.
പക്ഷേ ഈ വർണ്ണം അടിക്കാൻ എൻ്റെ പ്രാവ് ഇഷ്ടപ്പെടില്ല. കണ്ടില്ലേ കിടക്കുന്നത്, വാലിൽ അഴുക്ക് വരുന്നുണ്ട്, തലയിൽ അഴുക്ക് വരുന്നുണ്ട്. ആ ഏരിയയുടെ ഒരു ഇതായിട്ട് ഇപ്പൊ നമ്മൾ മിക്കവരും ഇപ്പൊ എല്ലാവരും ടെറസിലാണ് വളർത്തുന്നത്. ടെറസിൽ വളർത്തുമ്പോൾ കാണാൻ സൂപ്പറായിട്ട് അടിപൊളിയായിട്ടിരിക്കും. അത് ഷെട്ടിലെ പ്രാവ് വളർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ടെറസിൽ വളർത്തുന്നത് ടെറസിൽ വളർത്താം ഓപ്പണായിട്ട്, ഓപ്പണായിട്ട് വെയിലും മഴയും ഒക്കെ അതിന് കിട്ടണം. ഇതിപ്പോ നമ്മളിവിടെ ഇച്ചിരി മഴയും ചെളിയൊക്കെ ആയതുകൊണ്ടാണ് പ്രാവ് ഒരു ഇതായത്. അല്ലാതെ ടെറസിലായിരുന്നെങ്കിൽ നല്ല പക്ക സ്റ്റാൻഡിങ് ആയിരിക്കും വരുന്നത് എല്ലാ പ്രാവും. ഇതിന്റെ മോളിൽ വെച്ചിരുന്നേ. ഓക്കെ. അപ്പോൾ ഈ അകത്തൂടെ ചേർക്കെടുത്തായി പയ്യന്മാരൊക്കെ കയറി എടുത്തു. അപ്പോൾ എനിക്ക് തന്നെ ഒരു ഇഷ്ടം, ഞാൻ അങ്ങനെയാണ് അവിടെ. തീർച്ചയായിട്ടും പ്രാവ് സെറ്റ് ചെയ്യാൻ അറിയാം, സെറ്റ് ചെയ്യണതിൻ്റെ കുഞ്ഞ് പറഞ്ഞിരിക്കും. അതുകൊണ്ട് എനിക്ക് പ്രാവിന് വേണ്ടി ഓടി നടക്കേണ്ട കാര്യം ഇല്ല. പിന്നെ ഞാൻ ട്രെയിനിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, മൂക്കലിപ്പിൻ്റെ മരുന്നിൻ്റെ കാര്യം പറഞ്ഞ്, ഉണക്കിന് നോർമൽ ട്രോജൻ കറക്റ്റായിട്ട് കൊടുക്കണം, ഒട്സോ കാൽസ്യം കൊടുക്കണം, പ്രാവിന് അണ്ടിപ്പരിപ്പ് കൊടുക്കണം, ബദാം കൊടുക്കണം, ഈത്തപ്പഴം. ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് 8 മണിക്കൂർ പറവ കയറിയതിന് ശേഷം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. 8 മണിക്കൂർ 10 മണിക്കൂർ ആകും വരെ ഒന്നും കൊടുക്കേണ്ട കാര്യം. പ്രാവ് നോർമലി കയറിക്കോളും. പറക്കുന്ന പ്രാവുകൾ നല്ല രീതിയിൽ കയറിക്കോളല്ലേ. പറക്കുന്ന പ്രാവിന്റെ ആഹാരക്രമവും ട്രെയിനിങ് ആണെങ്കിൽ പറയണം. അല്ലാതെ പറക്കാതെ കിടക്കുന്ന പ്രാവിനെ കൊണ്ടുവന്ന് പറക്കൂല. പിന്നെ ഒരിക്കൽ കൂടെ എടുത്ത് പറയുകയാണ്, എൻ്റെ അനുഭവമാണ്. എനിക്കൊരിക്കൽ ഒരാൾ വന്ന് ലെൻസൊക്കെ വെച്ച് 2 പ്രാവ് സെറ്റ് ചെയ്തതാണ്. അടിപൊളിയായിട്ട് കുഞ്ചെടുത്ത്. ഞങ്ങളെ കുഞ്ചുകളുടെ ഹെൽത്തി ഉണ്ടല്ലോ, കുഞ്ചടിച്ചൊരൊറ്റ പോക്ക്. പിന്നെ വന്നിട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ചന് പയ്യന് കൊടുത്തു. അവ എത്ര പറച്ചിട്ട് 1 മണിക്കൂറിനപ്പുറം പോയി. ആ തന്തയ്ക്കും തള്ളയ്ക്കും ഞങ്ങൾ വേറെ മാറ്റിയിട്ട് കുഞ്ചെടുത്ത് പറത്തി കണ്ടിട്ടുള്ളതാണ്. ആശാന്റെ പ്രാവുകൾ ആശാൻ സെറ്റ് ചെയ്യുന്ന രീതി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആശാനൊരു ആശാനല്ല, ഏത് പ്രാവ് വളർത്തുകാരനും വംശവും തമരുമൊത്താൽ പോരുവഴി വളർത്തുകാർ പറഞ്ഞ കേട്ടിട്ടില്ല. ഇവിടെ വംശവും തമരും ഒത്തിട്ടുണ്ടെങ്കിൽ കൊത്തിയിരിക്കും. അതുപോലെ പ്രാവിലും വംശവും തമരും ഉണ്ടാക്കി ഒത്തിട്ടുണ്ടെങ്കിൽ പറക്കും. പിന്നെ പ്രാവ് വളർത്തുകാരോടെ പറയുകയാണ്, പ്രാവ് വളർത്തിയെന്ന് പറഞ്ഞ വീട് കുറവുമില്ല. 10 ചതുരം വീട് 10 ചതുരമായിട്ട് തന്നെ അവിടെ ഇരിക്കും. നിങ്ങൾ വേലയ്ക്കും തൊഴിലിനും പോകാത്തതുകൊണ്ട് വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും, അസുഖങ്ങൾ വരും. ഈ അസുഖങ്ങൾ വരണത് പ്രാവ് വളർത്തിയത് കൊണ്ടല്ല. ഇവിടെ ഭയങ്കര ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും വിശ്വാസികളെന്ന് പറഞ്ഞവരുടെ രോഗം വരുന്നില്ല. ഹിന്ദുക്കളെ വീട്ടിൽ വരും, ക്രിസ്ത്യ ഇതിൽ വരും. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, ഒന്നീ മരിച്ചു തീരും അല്ലെങ്കിൽ സുഖമായി തീരും. ഇപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ കൊടുത്ത മരുന്ന് സുഖമാകും? ഇപ്പോൾ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ ഷുഗറിനൊക്കെ മരുന്ന് കഴിച്ച ആൾ പെരുവി കിഡ്നിയും ഒക്കെ അടിച്ച് പെയ്യൊക്കെയാണ്. എനിക്കിപ്പോൾ 26 വയസ്സാണ്. 3 വർഷം കൊണ്ട് കുനിയാനും പിടിച്ചടയ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. കണ്ണൊരുപാട് കാഴ്ച മങ്ങലാണ്, ചെവി കേൾവി കുറവാണ്. എനിക്കൊരുപാട് കൂട്ടുകാർ വന്ന് കണ്ണാപ്പറേഷൻ ചെയ്യാൻ പൈസ അയച്ചു തരാം, ഇയർഫോൺ വയ്ക്കാൻ പൈസ അയച്ചു തരാം. ഈ കണ്ണാപ്പറേഷൻ ചെയ്ത് എൻ്റെ ഭാര്യ കണ്ണാപ്പറേഷൻ കാരക്കുണം ചെയ്തിട്ട് കാഴ്ചയില്ല. പിന്നെ അവൾ രോഗിയാണ്. ഇത് 74 വയസ്സായി, ഇനി ചാവണമെങ്കിൽ ചാവട്ടെ. ഇപ്പം നിങ്ങളൊരു പുകമറ പോലെ എനിക്ക് കാണാം, രാത്രി നല്ല കാഴ്ച. പക്ഷെ പ്രാവുകളെ കുനിഞ്ഞ് പിടിക്കുമ്പോഴൊക്കെ തലച്ചിട്ട് പ്രായത്തിൻ്റെ ഇതാണ്. അതുകൊണ്ട് ഇപ്പം കുനിഞ്ഞില്ല, പിഴുന്നൊക്കെ കൂടുതലൊക്കെ പൊട്ടിയിട്ട്. പട്ടിയുമുണ്ട്. എനിക്ക് ഇത്രയും പ്രായം തികഞ്ഞ ഞാൻ പ്രാവ് നിർത്തിയിട്ട് പട്ടിയും നിർത്തിയിട്ട് സുഖമായിട്ടിരുന്നാൽ പോലെ എൻ്റെ ഒരു ഇൻട്രസ്റ്റ്. ഇതൊക്കെ പ്രാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വിട്ടുകളയാൻ പറ്റൂല. ഇവിടെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. വീണ്ടും ഞാൻ പറയാണ്, പ്രാവിന് മൂക്കൊലിപ്പിന് നെറിയിക്കൊണ്ടുള്ള നാസിക് ഡ്രോപ്പ് കൊച്ചു കുട്ടിയൊക്കെ മൂക്കിൽ ടേസ്റ്റാണ്. പിന്നെ കുരു പോസ്റ്റ്സ് ഇതൊക്കെ പറഞ്ഞാൽ ബീറ്റെക്സ് ഏറ്റവും ബെസ്റ്റാണ്. ബീറ്റെക്സ് ഡോക്ടർമാർ യശകൾ ചൊറിച്ചിനൊക്കെ എഴുതുന്ന ബീറ്റെക്സ് സൂപ്പർ മരുന്നാണ് കുരു. പിന്നെ ഉണക്കിന് വിലയ്ക്കൊക്കെ മരുന്നെടുത്തിട്ട് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് 5 മീൻ ഗുളിക 5 ദിവസം 5 മീൻ ഗുളിക കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഷാർക്ക് ഓയിൽ കൊടുത്താൽ മതി. ഇതെല്ലാം കൊടുക്കണം. പറത്തുന്ന പ്രാവിന് ഇതെല്ലാം കൊടുക്കണം, പറക്കുന്ന പ്രാവിന് ഇതെല്ലാം കൊടുക്കണം. പറക്കുന്ന പ്രാവിനല്ല, പറക്കുന്ന പ്രാവിൻ്റെ പറവയ്ക്കനുസരിച്ച് ആഹാരം മാറ്റി കൊടുക്കണം. മാറ്റി എങ്ങനെ കൊടുക്കണം? ഇന്ന് ഗോതമ്പ് കൊടുത്തിട്ട് നാളെ കൂര കൊടുക്കാൻ വരണം. ഈ കൂരം സൂചിക്കമ്പനും ചെനയും തന്നെ കൊടുക്കേണ്ടത് അളവിൽ മാറും. അളവിൽ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം 10 മണിക്കൂർ പറക്കണ പ്രാവിന് കൊടുക്കുന്ന ആഹാരത്തിൽ 20 മണിക്കൂർ പറക്കില്ല. കുറച്ചുകൂടെ വ്യത്യാസം വരുത്തണം. പിന്നെ ചില പ്രാക്കൾ വെറും ചൂണ്ടൻ കടല കൊടുത്താലേ പറക്കും. അത് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രാവുകാരൻ സെറ്റ് ചെയ്യും. ചില പ്രാക്കൾ വെറും കൂരവിലേ പറക്കും. പിന്നെ എന്തൊരു പറഞ്ഞാലും
ഗോതമ്പ് കൊടുത്താൽ പറക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് 12 മണിക്കൂർ ഓടാം വെറും ഗോതമ്പ് ഉറപ്പായിട്ട് ഞാൻ ഇവിടെ പറത്തി കാണിച്ചു. പിന്നീട് ഗോതമ്പ് കൊടുക്കലെന്ന് പറയുന്നത് ചത കയറും, ഇരപ്പ് വർത്തി പറക്കുന്ന സമയത്ത്. പൂരം അങ്ങനെയല്ല, അവിടെ സ്റ്റാമിന ഇല്ല് പോലിട്ട് നല്ല സ്പോർട്സ്, നല്ല ഓട്ടത്തിന് പോണവനും കുസ്തിക്ക് പോണവനും പോത്തിൻ്റെ നെഞ്ചറച്ച് തിന്നും. മനസ്സിലായില്ലേ? അപ്പോഴതുപോലെ തന്നെ മരുന്നുകൾ തന്നെ പ്രാവിൻ്റെ ട്രെയിനിങ്ങിലാണ് കാര്യം. കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ അറിയാവുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ ഇന്നത്തെ പിള്ളേർ പറയുമ്പോൾ ഞാൻ അത് കൊടുക്കണം ഇത് കൊടുക്കണം യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ട് 60 പദം 70 പദം ഈ കൊടുക്കുന്നെന്ന് പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അത് എത്ര പ്രാവിനെന്ന് പ്രാവിൻ്റെ എണ്ണം പറയുന്നു. ഈ 60 ചുണ്ടൻകടല എന്ന് പറയുമ്പോൾ പ്രാവിൻ്റെ കൊക്കറ എത്രയല്ലേ? കൊക്കറ ചാടിപ്പോയ പ്രാവ് പറക്കൂല, കക്കി കളയുക.